കാരണം ആ സമരം തീവ്രവാദികൾ നടത്തുന്ന സമരമല്ല എന്ന് മനസ്സിലാക്കാമല്ലോ. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ തീവ്രവാദികൾ സമരം നടത്തുന്നതല്ല സുഹൃത്തുക്കളെ, സമരം നടത്തുന്നവരെല്ലാം തീവ്രവാദികളാണ് എന്നതാണ് ഈ പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഈ പെട്ടിപ്പാലം സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരെയും ബന്ധപ്പെട്ട സന്ദർഭത്തില് കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്ത് ചില അപാകതകളുണ്ട്, ആ മാലിന്യ പ്രശ്നത്തിന് ഒരു ബദൽ നിർദ്ദേശിക്കാതെയാണ് നിങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ മാലിന്യത്തിന് വഴി കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പെട്ടിപ്പാലം നിവാസികളുടേതല്ല. ഇതാര് പഠിപ്പിച്ചതാണ് നിങ്ങളെ? അതിനാണ് ഇവിടെ പ്ലാനിംഗ് ബോർഡ് മുതൽ നിരവധി ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങള് നികുതി പണം കൊടുത്ത് തീറ്റി പോറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം പെട്ടിപ്പാലം നിവാസികൾക്കില്ല. പെട്ടിപ്പാലത്തുകാരുടെ ഉത്തരവാദിത്വം മാന്യമായി ജീവിക്കുക എന്നതാണ്. അതിന് തടസ്സം നിൽക്കുന്നവരെ, ആ വഴിമുടക്കികളെ തങ്ങളുടെ വഴിയിൽ നിന്ന് വെട്ടിമാറ്റുക എന്നുള്ളതാണ് ഏതൊരു ജനവിഭാഗത്തിന്റെയും മനുഷ്യരെന്ന നിലക്കുള്ള, പൗരന്മാരെന്ന നിലക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതാണ് ഈ ജനകീയ സമരത്തിലൂടെ അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇവിടെ അർദ്ധരാത്രിയിൽ വന്നിട്ട് അതിക്രമം നടത്തുന്ന ആളുകൾ, ഇത് തീവ്രവാദമാണ് എന്നാണ് പറയുന്നത്. സമരം തീവ്രവാദമാണ്. എന്താണ് തീവ്രവാദ പ്രവർത്തനം? പോലീസുകാര് കേരളത്തിന്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്വഭാവത്തില് അർദ്ധരാത്രി അല്ലെങ്കിൽ വെളുപ്പാൻ കാലത്ത് ഒരു സമരപ്പന്തല് പൊളിച്ചു നീക്കുകയും വീടുകളിൽ അസമയത്ത് കയറി ആളുകൾ ആക്രമിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോഴോ എനിക്ക് ഓർമ്മ വന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരരാഷ്ട്രം, ഭീകരതയുടെ രാഷ്ട്രസ്വരൂപമായ, ഭീകരതയുടെ രാഷ്ട്രപ്പേരായ ഇസ്രായേലോ അവരുടെ സ്വന്തം ജനതയായ അന്നാട്ടിലെ തദ്ദേശവാസികളായ നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായി അന്നാട്ടില് അച്ഛന്മാരായി ഉപ്പാപ്പമാരായിട്ട് ജനിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന, ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം പൗരന്മാരെ നേരിടാറുള്ളത് ഇങ്ങനെയാണ്. ഇസ്രായേലാണ് അർദ്ധരാത്രിയും അതേപോലെ വെളുപ്പാങ്കാലത്തും വന്നിട്ട് സമരപ്പന്തൽ പൊളിച്ചു നീക്കുകയും ആളുകളെ അറസ്റ്റ് ചെയ്യുകയും വീടുകളിൽ കയറി അക്രമം നടത്തുകയും ചെയ്യുക എന്നത് സയനിസ്റ്റ് ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും, തീവ്രവാദം എന്ന വാക്കൊന്നും ഉപയോഗിച്ചാൽ അതിന് മതിയാവുകയില്ല, അത്തരത്തിലുള്ള ഭീകര പ്രവർത്തനത്തിന്റെ, സയനിസത്തിന്റെ, സാമ്രാജ്യത്വത്തിന്റെ രീതിയാണ് നമ്മൾ നികുതി പണം കൊടുത്ത് പോറ്റുന്ന കേരള പോലീസ് ഇവിടെ